കായംകുളം കോടതി കോംപ്ലക്സിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചു. കോടതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് രണ്ടാം ഘട്ട വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്നത്. കായംകുളം കോടതി കോംപ്ലക്സിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചു. കോടതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് രണ്ടാം ഘട്ട വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്നത്. രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോടതിയുടെ കീഴ്ഭാഗം ടൈൽസ് വിരിക്കൽ, വെഹിക്കിൾ ഷെഡിന്റെ നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഇൻസിനറേറ്റർ കോംപ്ലക്സ് എന്നിവയുടെ നിർമ്മാണം നടത്തും. അതിനായാണ് തുക ചെലവഴിക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് കേരള സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. 2023 നമ്മുടെ കോടതി 20 കോടി രൂപ ചെലവഴിച്ച് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത്. അടുത്ത മാസം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ കോടതിയുടെ കിഴക്ക് ഭാഗത്ത് ടൈൽ വിരിച്ചു. അവിടെ ഉയർത്തി ടൈൽ പാവുന്നതിനായിട്ടും അഭിഭാഷകർക്കും സ്റ്റാഫുകൾക്കും ആവശ്യമായ വാഹനം സൂക്ഷിക്കുന്നതിന് ആവശ്യമായ ഷെഡ് നിർമ്മിക്കുന്നത്, വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിനും വേസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസിനേറ്റർ അടക്കമുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. അടുത്ത മാസം അതിൻ്റെ ടെൻഡർ വിളിച്ചു. അടുത്ത മാസം തന്നെ കോടതിയുടെ ഈ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായി. കായംകുളം കോടതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികം അനുവദിച്ച ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഇതിന് സാമ്പത്തികം ഇത്രയും വേഗം അനുവദിച്ചതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാകെ തന്നെ നടത്തിയിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ രണ്ടാം ഘട്ട പ്രവർത്തനത്തോടുകൂടി കായംകുളത്ത് ആരംഭിച്ചിട്ടുള്ള നവീന രീതിയിലുള്ള കെട്ടിടത്തിന് കൂടുതൽ സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അതിനെ സംബന്ധിച്ച് സെക്രട്ടറി സൂചിപ്പിച്ചു. ആ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.